പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ എന്നതാ പറയുക, നമ്മൾ ഒത്തിരിയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിലും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് അങ്ങനെ പോയി, ഒത്തിരി പേര് നഷ്ടപ്പെട്ടു. അങ്ങനെ അതിദാരുണമായ രീതിയിൽ അവർക്കൊക്കെ മരണം സംഭവിച്ച വിവരങ്ങളും ഒത്തിരി വേദനയോടെയാണ് നമ്മളെല്ലാം കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി അവർക്ക് വേണ്ടുന്ന സഹായം അതും നമുക്ക് ചെയ്തു കൊടുക്കണം. കാരണം നമുക്ക് ദൈവം ആപത്തും അപകടങ്ങളും ഒന്നും വരുത്തിയില്ലല്ലോ. അപ്പം വരുത്തിയവരെ നമ്മൾ സഹായിക്കുക. അതിനായിട്ടാണ് നമുക്ക് ആപത്തൊന്നും വരുത്താതെ നമ്മളെ മിടുക്കരായിട്ട് നിർത്തിയിരിക്കുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് തമ്പുരാൻ്റെ ഒരു പദ്ധതിയായിട്ട് മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. എല്ലാം ചെയ്യുന്നത് നന്മയ്ക്കായിട്ടാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കും. വിശുദ്ധ ബൈബിളിലും അങ്ങനെ ഉണ്ട്, എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് നന്മയാണെന്നറിയാതെയെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും. ഈ പാവങ്ങളെ തന്നെ ഇങ്ങനെ എന്തുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുത്തുന്നതെന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്നത് ദൈവനിശ്ചയം എന്നല്ലാതെ ഒന്നും പറയാൻ നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിങ്ങനെ അവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയും അവരോടൊത്തായിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വലിയ കറികളോ ഒന്നുമില്ല, ഇച്ചിരി കഞ്ഞിയൊക്കെ വെക്കുന്നു, കുടിക്കുന്നു. പിന്നെ രാവിലെ എന്തെങ്കിലും ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. കാരണം ഇത് ഓർക്കുമ്പോൾ നമുക്ക് ഒന്നും വാങ്ങിച്ച് വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുന്നില്ല. ജീവൻ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഇവിടെ തുല്യ ദുഃഖിതരാണ് ഞങ്ങളുടെ നാട്ടിൽ. ഓരോരുത്തരെ വിളിക്കും. വയനാടുകാരൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശത്തുണ്ട് ഒത്തിരി പേര്. പക്ഷെ അവരുടെ അടുത്തൊന്നും അല്ല ഈ സംഭവം നടന്നത്. പക്ഷെ അവർക്ക് അറിയാമെന്ന് മാത്രം. ഏതായാലും ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു, നിങ്ങളും പങ്കാളികളാകുക. അതേപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് കൈ നീട്ടിയാൽ അവർക്ക് കൊടുക്കണം, അവരെ സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമുക്കും ഇങ്ങനെ കൈകോർത്ത് സാധുക്കളെ സംരക്ഷിക്കാം, അവരെ സംരക്ഷിക്കുക. സാധുക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ വളരെ നിസ്സഹായാവസ്ഥയിലുള്ള കുറച്ച് ആൾക്കാരാണ്. അവരെ നമ്മൾ സഹായിക്കുക. എൻ്റെ കയ്യിൽ നിന്നൊക്കെ വയനാട്ടിൽ നിന്ന് ഒത്തിരി പേര് ചെടികളൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടും ഒക്കെ ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഈ മഴ വരുന്നതിന് തൊട്ട് മുമ്പും ഒരു പെങ്കൊച്ചിന് ഞാൻ കുറേ ചെടികൾ ഫ്രീ ആയിട്ടും അല്ലാതെയൊക്കെ ഞാൻ പൈസയ്ക്കും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. ആ കൊച്ചിനെ ഒരു 25 വട്ടം ഞാൻ വിളിച്ചു. ഇപ്പം അത് എവിടെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ വാട്സപ്പിലൂടെ കാണുന്നു, സംസാരിക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വയനാടാണെന്ന് എനിക്കറിയാം, ഡിസ്ട്രിക്റ്റ് വയനാട്. ഞാൻ ആ കൊച്ചിനെയൊക്കെ കുറേ വട്ടം വിളിച്ചു നോക്കി, ആരും എടുക്കുന്നില്ല. ഇനിയിപ്പം ലൈൻ പോകാത്തത് കൊണ്ടാണോ അതോ ഇതിൻ്റെ ഈ അപകടത്തിൽപ്പെട്ടു പോയതെന്നൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഇച്ചിരി ഉണക്കമത്തിയുണ്ട്. ഉണക്കമത്തി എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുഴുത്ത ഉണക്കമത്തിയാണേ. അപ്പോൾ ആ ഉണക്കമത്തിക്കകത്തോട്ട് നമുക്ക് 2 വാഴക്കായൊക്കെ ഇട്ട് നമുക്കൊരു കറി വെക്കാം. കാരണം അതിൻ്റെ ഉപ്പുരസമൊക്കെ ഉണ്ടെന്നായിരിക്കും. കുറച്ചേ വെള്ളത്തിലിട്ടിട്ടുണ്ട്, പക്ഷേ അത് ഉപ്പുരസമൊക്കെ ഉണ്ടെന്നായിരിക്കില്ല, അതങ്ങോട്ട് പൊക്കോളും. അതിന് വേണ്ടിയാണേ. അപ്പോൾ ഞാനിത് ഈ വാഴയ്ക്ക ഇങ്ങനെ എടുത്ത്, ഇത് ഏത്തവാഴയ്ക്കയല്ല, പൂവൻ വാഴയ്ക്കയാണ്. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അരിഞ്ഞ് ഞാൻ ഇതേപോലെ അരിഞ്ഞ് ഞാനിതൊന്ന് അടുപ്പത്ത് വെക്കുക. പുളിയും ഒക്കെ ചേരുമ്പം ഇതിന് ഇച്ചിരി വേവ് കുറയും. നന്നായിട്ട് വെന്തിരുന്നാലും പുളി ഒഴിക്കുമ്പം നല്ല സ്ട്രോങ് ആയിട്ട് അത് ഇരുന്നോളും. അപ്പം ഞാനിതൊന്ന് അടുപ്പത്തോട്ട് വെക്കുവാണ്. ബാക്കി നിങ്ങളെ കാണിച്ചു തരാം, അറിയാൻ പാടില്ലാത്തവർക്ക്. അപ്പോൾ ഇത് ഞാൻ കഴുകുവാരി അടുപ്പത്തൊന്ന് വെക്കട്ടെ. ഓക്കെ, ആണ് കേട്ടോ. ഒരു തക്കാളിക്കായ എടുത്തിട്ടുണ്ട്, 2 പീസ് ചെറിയ
2 പീസ് പുളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 7 മത്തി നടുവേ മുറിക്കാം. അതുകൊണ്ട് ആണ് ഞാനിതിങ്ങനെ കറി വെക്കുന്നത്. നടുവേ മുറിച്ച് എത്ര വലിപ്പമുള്ള മത്തിയായാലും ഇതിന് രുചി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോഴത്തേനൊന്നും വലിയ രുചിയൊന്നുമില്ല, എന്നാലും കൊള്ളാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കറി വെക്കുന്നത്. ഓക്കെ, ഇനി ഇത് വാഴയ്ക്ക വെന്തോന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ ഈ കറിക്കകത്തോട്ട് വാഴയ്ക്ക നല്ലതുപോലെ വെന്തു. ഞാനിതിനകത്തോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുകയാണ്. ഇത് കേട്ടോ, ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കാണിച്ച സാധനങ്ങൾ എല്ലാം ഒന്നിച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിനാവശ്യമായ മുളക് അരച്ച്, ഇത് കണ്ടോ, ഈ മുളക് ഞാൻ പിന്നെ ഒരു അരമുറി തേങ്ങായ, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് കറിക്കകത്തേ ഞാൻ ചേർത്തിട്ടില്ല, കാരണം ഉപ്പ് മീനല്ലേ, അതുകൊണ്ടിട്ട് ഞാനങ്ങനെ ചേർത്തിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിങ്ങനെയൊന്ന് പിന്നെ മുളകൊക്കെ ചേർത്ത് ഇതിനെ നല്ലപോലെ, മീനും നമുക്ക് നന്നായിട്ട് വേവിക്കണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് അടുപ്പത്ത് വയ്ക്കുകയാണ്. ചെറിയ പരിപാടിയാണ്, വലിയ പരിപാടിയൊന്നും അല്ല. പച്ചമീനോ അല്ല, ഇച്ചിരി മേടിക്കുന്നു, ഇങ്ങനെ ഇച്ചിരി ഉപ്പ് കളയുന്നു. അപ്പം വാഴയ്ക്കായോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിട്ട് വിൽക്കാൻ പറ്റും കേട്ടോ. വാഴയ്ക്ക മാത്രമൊന്നുമല്ല, പിന്നെ കൂർക്ക വേണമെങ്കിൽ അതിടാം, ചേമ്പും വിത്തുണ്ടെങ്കിൽ അത് അരിഞ്ഞിടാം. അങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ ഞങ്ങളിങ്ങനെ അരിഞ്ഞിട്ട് ഞങ്ങൾ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി മത്തിയും ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്താൽ മതി. ഉള്ളിയും ഇതിനകത്ത് ഞങ്ങൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ മൂടി തീ കത്തിക്കാം കേട്ടോ. നമ്മുടെ മത്തിക്കറി റെഡിയായി. വലിയ ആഡംബരങ്ങളൊന്നുമില്ല, ചെറിയതായിട്ടുള്ളൂ. ഇച്ചിരി ഉണക്കമത്തി കറി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഞാനിതിന് കടുക് പൊട്ടിക്കട്ടോ കേട്ടോ. ഇച്ചിരി ഉള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും കൂടെ മൂപ്പിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, ഈ വീഡിയോ കാണുമ്പോൾ വയനാട്ടിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒത്തിരി കാണുമല്ലോ, ഈ ഗോൾഡൻ ടേസ്റ്റി ആയിട്ട്. അവരൊരു മെസ്സേജ് എൻ്റെ അടിയിലിടുമോ, എനിക്ക് നിങ്ങളെ ശബ്ദമോ മെസ്സേജുകളോ കാണാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട്. എവിടെയുള്ളവരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കൊച്ചിൻ്റെ മാത്രം ഫോൺ നമ്പർ, പിന്നെ വാട്സപ്പും ഫോൺ നമ്പറും ഉണ്ട്. വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, ഫോൺ അടിക്കുന്നുണ്ട്, ആളെ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചെടികളൊക്കെ വാങ്ങിച്ചവരുണ്ട്. പിന്നെ ഒരു കൊച്ചാണെന്നൊരിക്കൽ 2 ചട്ടി നിറച്ച് അഗ്ലോണിമ ഉണ്ടായിരുന്നു. അതേ പുതിയ വീട് വെച്ചാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നന്നായിട്ട് വെക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് 2 ചട്ടി നിറച്ചുള്ള ചെടികൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ ഒന്നും ഫോൺ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനതൊന്നും സ്റ്റോക്ക് ചെയ്തില്ല അവർക്ക്, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വയനാട്ടിലുള്ള ആരെങ്കിലും എന്നെ ഒന്ന് വിളിക്കൊന്നും വേണ്ട, ഇതിൻ്റെ അടിയിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. വേറെ ഒന്നും നിങ്ങളിപ്പോൾ ഈ സമയത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ വിളിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷെ എനിക്ക് അത്രയും സങ്കടമുണ്ട് മക്കളെ, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ. ഈ കറിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് അരിയിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നമുക്ക് ഈ വർഷത്തെ ഓണവും ഒക്കെ വയനാടുകാരുടെ ആ ഓർമ്മയോട് ചേർന്ന് ഈ വർഷത്തെ ഓണം നമുക്ക് ആഘോഷിക്കാം. ഒരു ആഘോഷം ഈ വർഷം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം അവസ്ഥ ഇതല്ലേ. അപ്പോൾ ഏത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്രൈ ചെയ്യുക. മെസ്സേജും കമൻസും ഒക്കെ ഇട്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇതൊന്ന്
ട്രൈ ചെയ്യുക. അത്രയും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ. പിന്നെ വയനാട്ടിലെ പിള്ളേർ എനിക്കൊരു മെസ്സേജ് ഇടുക. ഓക്കെ, ബൈ ബൈ.